ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ശനിയാറ് വീഡിയോ ഇടാൻ സാധിച്ചില്ല. കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സസ് ആയിരുന്നു, ഓഫ്ലൈൻ ക്ലാസ്സസ് ആയിരുന്നു. എസ്പെഷ്യലി 2 to 5 days ട്രേഡ് എന്ന കൺസെപ്റ്റിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു അഡ്വാൻസ് ക്ലാസ് ആയിരുന്നു. കുറേ ആൾക്കാർ പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ വീഡിയോ ഇടാനായിട്ടുള്ള സ്പേസും ടൈമും കിട്ടിയില്ല. എനിവേ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കഴിഞ്ഞ ആഴ്ച ഒരു 10 days ബാക്കിൽ വീഡിയോ ഉണ്ടല്ലോ, മാർക്കറ്റ് എങ്ങോട്ടെന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോയുടെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്താൽ മതി. നമ്മൾ മാർക്കറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റിമുലസ് ഒന്നും പ്രത്യേകിച്ച് നമ്മുടെ മാർക്കറ്റിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിനോടൊപ്പം തന്നെ ബേസിക്കലി Q2 റിസൾട്ട് പൊതുവെ വീക്കായിരുന്നു. അതിനോടൊപ്പം തന്നെ ഡോളർ ഇൻഡെക്സ് US കുതിച്ചു കയറി. ഇതൊക്കെ മാർക്കറ്റിനെ എന്താ പറയണ്ട നെഗറ്റീവായിട്ട് ബാധിച്ച കാര്യങ്ങളാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച്. FIs ഇവിടുന്ന് പൈസ വിഡ്രോ ചെയ്ത് US മാർക്കറ്റിൽ ഇട്ടു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, US മാർക്കറ്റിൽ ഹ്യൂജ് ആയിട്ടുള്ള ബൈ വന്നു, നമ്മുടെ മാർക്കറ്റ് താഴ്ന്നുപോയി. അതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ. എനിവേ, കഴിഞ്ഞ ഫ്രൈഡേ എന്താ സംഭവിച്ചത് നമ്മൾ പ്രത്യേകം നോക്കണം. US ജോബ് ഡേറ്റ സ്ട്രോങ് ആയിട്ട് വന്നതോടുകൂടി അതിനോടൊപ്പം തന്നെ ഡോളർ ഇൻഡെക്സ് ഒന്ന് വീക്കാവുകയും ചെയ്തു. ഇത് രണ്ടും കൂടെ വന്നതോടുകൂടി ഗ്ലോബൽ മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് ട്രെൻഡ് ചെയ്തു. അതിനോടൊപ്പം തന്നെ നമ്മുടെ മാർക്കറ്റ് ട്രെൻഡ് ചെയ്തു. ഓൺ മൺഡേയിൽ എന്താ സംഭവിച്ച, മഹാരാഷ്ട്ര ഇലക്ഷൻ റിസൾട്ട് ഒരു മാസീവ് റിസൾട്ട് വന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു. പക്ഷേ മാർക്കറ്റിന് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് പോലും മാർക്കറ്റിന് ആ ഗ്യാപ്പ് അപ്പ് ലെവലിൽ ക്ലോസിംഗ് എന്ന് പറയുന്ന ഇന്നലത്തെ ക്ലോസിംഗ് ഒരിക്കലും ടുവേഴ്സ് ഹൈ അല്ലായിരുന്നു ശരിക്കും. സോ നമ്മൾ ചാർട്ടിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോഴും പറയുന്നു മാർക്കറ്റ് സെൽ ഓൺ റൈസ് എന്നുള്ള കാറ്റഗറിയിൽ കിടക്കുകയാണ്. മാർക്കറ്റ് ഇന്നലെ പോലും മാർക്കറ്റിന് ലോവർ ഹൈയെ കട്ട് ചെയ്ത് പോകാനായിട്ട് ഒരു പുതിയ ഹൈ, ഒരു ലോവർ ഹൈ മാറിയിട്ട് ഒരു പുതിയ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഇന്നലെ മാർക്കറ്റിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് മാർക്കറ്റ് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒരു ലോവർ ഹൈ ലോവർ ലോ എന്നുള്ള കാറ്റഗറിയിലാണ്. ആ ഒരു മാർക്കറ്റ് ട്രെൻഡിലാണ്, ബെയറിഷ് ട്രെൻഡിലാണ് മാർക്കറ്റ് താഴത്തേക്ക് മൂവ് ചെയ്യുന്നത്. സോഫാർ ആ ട്രെൻഡിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഇങ്ങനത്തെ ഇന്റർമീഡിയന്റ് ആയിട്ടുള്ള പുൾ ബാക്സ് നമുക്ക് ഇനിയും കാണാൻ സാധിക്കും. മാർക്കറ്റ് കറക്ഷനാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പം നമുക്ക് കറക്ഷന് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് നമുക്കൊന്ന് ചാർട്ടിലേക്ക് ഒന്ന് കിടക്കാം. സോ ഇതിനിടയിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ CNIയുടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇൻസ്പിറേഷൻ മീറ്റ് 2 മാസം മുമ്പ് നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻസ്പിറേഷൻ മീറ്റ് നമുക്ക് നടത്താൻ സാധിച്ചു ഓൺലൈനിൽ. സോ നമ്മുടെ നല്ലവണ്ണം ട്രേഡ് ചെയ്യുന്ന കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് ചെയ്യുന്ന പല ആൾക്കാരും അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തു. അടുത്ത CNI മീറ്റ് വിത്തിൻ 1 month, പ്രോബ്ലി ബൈ 8 week of December ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് prosip23@gmail.com എനിക്ക് ഡീറ്റെയിൽസ് അയച്ചു തന്നാൽ ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ശ്രദ്ധിക്കണം, ഇതൊക്കെ നമ്മുടെ ലേണിങ്ങിനെ, നമ്മുടെ പ്ലാനിങ്ങിനെ ഒക്കെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ രീതിയിൽ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള ഇവന്റ്സിനെ എടുക്കാൻ സാധിക്കത്തുള്ളൂ. എങ്ങനെയാണ് സക്സസ്ഫുൾ ട്രേഡേഴ്സ്, സക്സസ്ഫുൾ ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ വെളിയിൽ നിന്നുള്ള ആൾക്കാരല്ല, എൻ്റെ തന്നെ സ്റ്റുഡൻസ് ആണ് ശരിക്കും. എങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്തത്, എങ്ങനെയാണ് അവർ കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് അവർ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്കും കുറെ കൂടെ ഇൻപുട്സ് കിട്ടും. ഇതൊക്കെ നമ്മുടെ ട്രേഡിംഗ് ജേർണിയിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ അതിൻ്റെ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ വരുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നമുക്ക് നമ്മുടെ ചാർട്ടിലേക്ക് ഒന്ന് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണുള്ളത്. ഡേ ടൈം ഫ്രെയിമാണ്. ഇത് റെക്കോർഡ് ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് 26 നവംബറാണ്. സംതിങ് അറൗണ്ട് 10-10:15 മണി കഴിഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റ് എങ്ങനെയാണ് താഴ്പോയെന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. മാർക്കറ്റ് നോക്കൂ, മാർക്കറ്റ് ഇത് ഇവിടെ ഒരു ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ആദ്യം ലോ, പിന്നെ ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ. ഇതാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ. മാർക്കറ്റ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ലോവർ ഹൈ ലോവർ ലോയിലാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത്, അതായത് ലാസ്റ്റ് ക്യാൻഡിൽ, ഈ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഫ്രൈഡേയിലെ ക്യാൻഡിലാണ്. ഫ്രൈഡേയിൽ നമുക്ക് വലിയൊരു കയറ്റം കാണാൻ സാധിച്ചില്ല. ഈ കയറ്റം എന്ന് പറയുന്നത് US ജോബ് ഡേറ്റയുടെ പുറത്ത് കയറിയതാണ്. അതിനോടൊപ്പം തന്നെ ഡോളർ ഇൻഡെക്സ് ഒന്ന് വീക്കാവുകയും ചെയ്തു. ദാറ്റ് മീൻസ് ഇതിനെ പറയുന്ന പേരാണ് ഇവൻറ്റ്. US ഒരു ഇവൻറ്റ് നടന്നപ്പോൾ ഇവൻറ്റിൻ്റെ ബേസിൽ ഗ്ലോബൽ മാർക്കറ്റ് കയറി, അത് ഇന്ത്യൻ മാർക്കറ്റും കയറാൻ ഇടയാക്കി. അതിൻ്റെ 2 കാരണങ്ങളുണ്ട്. ഇവൻറ്റിനോടൊപ്പം തന്നെ ഇന്ത്യൻ മാർക്കറ്റ് കുറേ കൂടി വാല്യുവേഷൻ താന്നു, അതുകൊണ്ടാണ് അന്ന് കയറാൻ കാരണം. ഇന്നലത്തെ ക്യാൻഡിൽ എന്ന് സംബന്ധിച്ച മഹാരാഷ്ട്ര ഇലക്ഷനിൽ ഒരു ആഫ്റ്റർ ഇമ്പാക്റ്റാണ് ഇന്നലത്തെ ക്യാൻഡിൽ. പക്ഷേ ഇന്നലത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കുറേ കൂടി അടുത്ത് കാണിച്ചു തരാം. ഇന്നലത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ഡോജിയാണ്. ഡോജി മീൻസ് എന്താ കാണിക്കുന്നത്, ഒരു ഇൻഡിസിഷനെ കാണിക്കുന്നത്. കയറിപ്പോണോ താഴത്തേക്ക് പോകണോ, ദർ വാസ് ലോട്ട് ഓഫ് ഇൻഡിസിഷൻ. വെള്ളിയാഴ്ച ക്യാൻഡിൽ ശരിക്കും പറഞ്ഞാൽ വോളിയം ഉണ്ടായിരുന്നു. സോ ആ ക്യാൻഡിൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ബ്രേക്കൗട്ട് കൊടുത്ത് 1, 2, 3, 4 ക്യാൻഡിലിന് മുകളിൽ ബ്രേക്കൗട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഇന്നലത്തെ ക്യാൻഡിൽ വേണമെങ്കിൽ ഫോളോ അപ്പ് ക്യാൻഡിൽ എന്ന് പറയാൻ സാധിക്കും. ഈ ബ്രേക്കൗട്ടിൻ്റെ ഫോളോ അപ്പ് ക്യാൻഡിൽ എന്ന് പറയാൻ സാധിക്കും. മനസ്സിലായി? ഇതിന് മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രീവിയസ് ലോവർ ഹൈ എന്ന് പറയുന്ന സാധനം ഈ ലെവലിലാണ്. ഇതാണ് പ്രീവിയസ് ലോ ഹൈ വന്നിരിക്കുന്ന കാര്യം. സോ പ്രീവിയസ് ലോവർ ഹൈ എന്ന് പറയുന്നത് ഇതാണെങ്കിൽ ഇവിടുന്ന് ലോ ഹിറ്റ് ചെയ്തിട്ട്
തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ ഈ ഒരു സോൺ വിൽ ആക്ട് ആസ് എ സ്ട്രോങ് റെസിസ്റ്റൻസ്. അതാണ് അടുത്ത പോയിന്റ്. അപ്പോൾ ഇന്നലെ ഇൻഡിസിഷൻ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഓപ്പണിംഗ് ഒരു പക്ഷേ ഗ്യാപ്പ് ഡൗൺ എന്ന് വിചാരിച്ചു, പക്ഷേ ഓപ്പണിംഗ് സ്ട്രോങ് ആയിരുന്നു. ഓപ്പണിംഗ് സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് നിങ്ങൾ നോക്കണം, ഇവിടം മുതൽ ഇവിടം വരെ മാർക്കറ്റ് സെൽ ഓൺ റൈസ് ആണ് സംഭവിക്കുന്നത്. പ്രൈസ് കയറ്റുന്നു വിൽക്കുന്നു, പ്രൈസ് കയറ്റുന്നു വിൽക്കുന്നു, പ്രൈസ് കയറ്റുന്നു വിൽക്കുന്നു, പ്രൈസ് കയറ്റുന്നു വിൽക്കുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇന്ന് ശരിക്ക് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്യുന്നതിന് പകരം മാർക്കറ്റ് ഒന്ന് കയറിയതിന് ശേഷം അറ്റ് പ്രസൻറ്റ് ഈ 10:28 മാർക്കറ്റിൽ സംഭവിക്കുന്നത് എന്താ പറയേണ്ടത്, പ്രൈസ് കയറിയ ശേഷമുള്ള വിൽപ്പനയാണ് കാണാൻ സാധിക്കുന്നത്. മാർക്കറ്റ് ക്ലോസിംഗ് ടൈമിൽ എക്സാക്റ്റ് നമുക്ക് ഇൻസൈറ്റ് എടുക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻഡിസി എന്ന് പറയുന്ന നിഫ്റ്റി ഫ്യൂച്ചർ പ്രീവിയസ് ലോവർ ഹൈയുടെ സമീപത്തേക്ക് വന്നുകൊണ്ടിരുന്നാണ്. അവിടെ നിന്നാണ് ശരിക്കും ഇത് സംഭവിക്കുന്നത്. ശരിക്കൊരു ഇതാണ് കറക്റ്റ് ലെവൽ. അവിടെ നിന്നാണ് ഇന്ന് രാവിലെ ഓപ്പൺ ഹൈ ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഓപ്പൺ 24,349 ആണ്, ഹൈയും 24,349 ആണ്. അതുകൊണ്ട് ഓപ്പൺ ഹൈ വന്നതിന് ശേഷം എന്താ സംഭവിക്കുന്നത്, അറ്റ് പ്രസൻറ്റ് ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു സെല്ലിംഗ് പ്രസൻസ് കാണിക്കുന്നത്. അപ്പം വീണ്ടും മാർക്കറ്റ് എന്താ പറയണ്ടേ, ഇനി നമുക്ക് എവിടെയാണ് ട്രെൻഡ് ചേഞ്ച് വരുന്നത് ഈ ഒരു ലെവലിൽ ഒരു ബ്രേക്ക് ഔട്ട് കൊടുത്തിട്ട് എന്താ സംഭവിക്കേണ്ടത്, ഒരു ബ്രേക്ക് ഔട്ട് കൊടുത്തിട്ട് ഒന്ന് പോയതിന് ശേഷം തിരിച്ച് പുൾ ബാക്കിലേക്ക് വരണം. പുൾ ബാക്ക് എവിടെ നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല, ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ തിരിച്ച് പ്രീവിയസ് ബ്രേക്ക് ഔട്ട് സോൺ വരാം, അല്ലെങ്കിൽ അല്പം കൂടെ താഴെ വന്നിട്ടായിരിക്കാം തിരിച്ചൊരു കയറ്റം വരാനുള്ള സാധ്യത. അതെപ്പോൾ വരും നമുക്ക് മുൻകൂട്ടി നിശ്ചയമൊന്നും എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, ആ ഒരു ബ്രേക്ക് ഔട്ട് കൊടുത്തിട്ടുള്ള പുൾ ബാക്ക്, ആ പുൾ ബാക്ക് വന്നിട്ട് ആ പുൾ ബാക്ക് തിരിച്ചു വന്നതിന് ശേഷമുള്ള പുൾ ബാക്ക് കംപ്ലീഷൻ ക്യാൻഡിൽ ഈ ബ്രേക്ക് ക്യാൻഡിൽ മേളിൽ ക്ലോസ് ചെയ്യുമ്പോഴാണ് ഒരു ട്രെൻഡ് ചേഞ്ചിനുള്ള സാധ്യത സംഭവിക്കുന്നത്. അത് എന്ന് വരും നോബഡി ക്യാൻ പ്രെഡിക്റ്റ്. കാരണം വെച്ചാൽ ഡേറ്റ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റിമുലസ് വളരെ വീക്കാണ് മാർക്കറ്റിൽ അറ്റ് പ്രസൻറ്റ്. സോ ഈ ഒരു കയറ്റം എന്ന് പറയുന്ന യു എസിലെ ഇവൻറ്റ് ഇവൻറ്റിനെ ബേസ്ഡ് ആണ്. ഈ ഒരു കയറ്റം ഇന്ത്യൻ മാർക്കറ്റിൽ ഇവൻറ്റ് ബേസ്ഡ് ആണ്. ഇവൻറ്റിൻ്റെ ആ ബഹളം കഴിയുമ്പം മാർക്കറ്റ് സെറ്റിലാവും. നമുക്ക് വേണ്ടത് ഡേറ്റയുടെ സപ്പോർട്ടാണ്. ഡേറ്റയുടെ സപ്പോർട്ടാണെങ്കിൽ മാത്രമേ മാർക്കറ്റിന് സ്റ്റെബിലിറ്റി ഉള്ളൂ. ഇപ്പോൾ Q2 റിസൾട്ട് മോശമായി, ഡേറ്റ വീക്കായി. ഇനി ഡേറ്റയുടെ സപ്പോർട്ട് കിട്ടാൻ സാധ്യതപ്പെടാണ് Q3 റിസൾട്ട് സ്ട്രോങ് ആകുമ്പം ഡേറ്റയുടെ സപ്പോർട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഡേറ്റ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു എന്താ പറയണ്ടേ, മാർക്കറ്റിനെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസിനെയാണ് ബേസിക്കലി പറയുന്നത്. അല്ലെങ്കിൽ നാളെ പെട്രോൾ പ്രൈസ് ഒരു 10-15 രൂപ കുറഞ്ഞെന്ന് വിചാരിക്കുക, അതും മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു ഫാക്ടറാണ്. അല്ലെങ്കിൽ RBI ഇൻട്രസ്റ്റ് ഒന്ന് കുറച്ചെന്ന് വിചാരിക്കുക, അതുപോലെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനത്തെ ഇവൻറ്റ്സ് അല്ല നമുക്ക് വേണ്ടത്. സ്ട്രോങ് ഇവൻറ്റിൽ കയറി പോകാൻ സാധ്യതയുള്ള ആ ഒരു ചേഞ്ചാണ് നമുക്ക് വേണ്ടത്. അത് നോർമൽ കേസിൽ ഡേറ്റയ്ക്കാണ് തരാൻ പറ്റുന്നത്. ഡേറ്റ എന്ന് വെച്ചാൽ എന്താ, ഇൻഫ്ലേഷൻ ബേസ്ഡ് ആയിട്ട് വേണമെങ്കിൽ ഡേറ്റ എടുക്കാം. ഇൻഫ്ലേഷൻ കുറഞ്ഞു എന്നുള്ള വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ജോബ് മാർക്കറ്റ് അത് ഒരു ഡേറ്റയാണ്. അല്ലെങ്കിൽ റിസൾട്ട്, ഈ Q3 റിസൾട്ട് വരാൻ പോകുന്ന ഇനി ഒരു മാസം കൂടെ കഴിഞ്ഞാൽ Q3 റിസൾട്ട് നമ്മൾ കിടക്കും. റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ്, റിസൾട്ട് നല്ല റിസൾട്ട് ആണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഒരു ഡേറ്റ അറ്റാക്ട് ചെയ്യാം. സോ അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഡേറ്റയ്ക്കകത്ത്. അതുകൊണ്ട് തന്നെ ഇനി ഡേറ്റ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും മാർക്കറ്റ് സ്റ്റിമുലസ് അറ്റ് പ്രസൻറ്റ് മാർക്കറ്റിലുള്ളത്. നോക്കൂ, ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ ക്യാൻഡിൽ വീണ്ടും ചെറിയൊരു വിക്ക് താഴെ ഉണ്ടായിരുന്നു, ആ വിക്ക് പോലും കവർ ചെയ്ത് പോവുകയാണ് ശരിക്കും. ഇനി നമുക്കൊരു ഫിബും കൂടെ എടുത്ത് നോക്കാം. നമുക്ക് ജൂൺ 4 ലോ എടുത്തൊരു ഫിബ് എടുത്ത് നോക്കാം. ഇതാണ് ജൂൺ 4 ലോ. അവിടെ നിന്നാണ് നമ്മൾ ഫിബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് അപ് ടു ദിസ് ലെവൽ നമ്മൾ ഫിബിൽ കൊണ്ടുവന്നു. സോ നമ്മളെന്താ കാണാൻ പറ്റുന്നത്, ഫിബിൽ നമ്മൾ നോക്കാൻ നേരത്തെ സ്റ്റോക്ക് തിരിച്ച് കയറുമ്പോൾ 0.382 ഈ ഒരു സോൺ വിൽ ആക്ട് എസ് എ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത്. അതിനോടൊപ്പം തന്നെ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത സോൺ, ഈ 2 സോൺ നമുക്ക് ഫിബ് ഒന്ന് മാറ്റാം. സോ ഈ 2 സോൺ, ദീസ് 2 സോൺസ് ക്യാൻ ആക്ട് എസ് എ സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് ഫിബ് കാണിക്കുന്നത് ശരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രീമലി കെയർഫുൾ ആവേണ്ടി ഇരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ഇൻട്രാഡേ ടൈം ഫ്രെയിം 50 മിനിറ്റ്സ് എടുത്ത് നോക്കിയാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഇതാണ് ഇൻട്രാഡേ ടൈം ഫ്രെയിം. നമ്മൾ 50 മിനിറ്റ്സ് എടുത്താൽ നമുക്ക് കാണാൻ പറ്റും. നോക്കൂ എന്താ സംഭവിക്കുന്നത്. ഇത് ഇന്നലത്തെ സ്ട്രോങ് റെഡ് ക്യാൻഡിൽ, ഇതിൻ്റെ പകുതിയുടെ മേളിൽ ക്ലോസ് ചെയ്യണം, ഒന്നുകൂടെ സ്ട്രെങ്ത്ത് വേണമെങ്കിൽ. സോ ഈ ലെവലിൽ ക്ലോസ് ചെയ്യുന്നതിന് പകരം എന്താ സംഭവിച്ചത്, ആ ലെവലിൽ ക്ലോസ് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. വീണ്ടും ആ പകുതിയെ കട്ട് ചെയ്ത് നേരെ മാർക്കറ്റ് താഴത്തേക്ക് വന്നു. വേണമെങ്കിൽ നമുക്കൊരു ട്രെൻഡ് ലൈനൊക്കെ വരച്ച് സസ്റ്റൈനബിലിറ്റി വരുമോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. പക്ഷേ എന്താ പറയേണ്ടത്, നമുക്ക് ഈ ഒരു ഇൻട്രാഡേ ടൈം ഫ്രെയിം അനാലിസിസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 50 മിനിറ്റ്സ് ചാർട്ടാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. സസ്റ്റെയിൻ ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് ആർക്കും ആധികാരികമായിട്ട് പറയാൻ സാധിക്കത്തില്ല. നമുക്ക് ബൈ ഈവനിങ് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ സസ്റ്റൈനബിലിറ്റിയെ കുറിച്ച്. സോ നമ്മൾ കണ്ട ഇൻട്രാഡേ ടൈം ഫ്രെയിമിൽ ശരിക്ക് ഒരു ഡബിൾ ടോപ്പിലാണ് ഹിറ്റ് ചെയ്തത്. ഡബിൾ ടോപ്പിൽ ഹിറ്റ് ചെയ്ത ശേഷമാണ് താഴത്തേക്ക് വന്നത്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, വി ഷുഡ് ബി എക്സ്ട്രീംലി കെയർഫുൾ ഓൺ ദി ചാർട്ട് സൈഡ്.
ചാർട്ട് സൈഡിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയാണ് ചാർട്ടുകൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴും ലോവർ ഹൈ ക്രോസ് ചെയ്ത് ഈ 2 ദിവസത്തെ ട്രെൻഡും കയറാൻ സാധിച്ചില്ല. ഇനി എന്താണ് നമുക്ക് നടക്കാൻ സാധ്യതയുള്ളത്? പല പല സിനാരിയോസ് ഉണ്ടല്ലേ. ഇനി സ്റ്റോക്ക് അതായത് ഇൻഡിസി ഇവിടെ വന്നതിന് ശേഷം, ഇൻഡിസി താഴെ വന്നതിന് ശേഷം ഒരുപക്ഷെ ഒരു കൺസോളിഡേഷൻ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ലോ എന്ന് പറയുന്ന ഈ ലെവൽ, ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു ഹയർ ലോ ക്രിയേഷൻ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഹയർ ലോ ക്രിയേഷന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഇവിടെ വന്നിട്ട് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത എപ്പോഴും മാർക്കറ്റുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു ഹയർ ലോ ക്രിയേഷൻ സംഭവിക്കാനുള്ള സാധ്യത എപ്പോഴും മാർക്കറ്റുണ്ട്. ഹയർ ലോ ക്രിയേഷനിലേക്ക് വരും തോറും എന്താ സംഭവിക്കുന്നത്? ടൈറ്റ് റേഞ്ച് ടൈറ്റായിട്ട് വരും. വോളറ്റാലിറ്റി കോൺട്രാക്ഷനാണ് സംഭവിക്കുന്നത്. അവിടെ നിന്നാണ് എക്സ്പാൻഷനിലേക്ക് പോകാനുള്ള സാധ്യതകൾ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കൂടുതൽ റേഞ്ച് ടൈറ്റിലേക്ക് വരുമ്പോൾ, വളരെ ഈ റെസിസ്റ്റൻസ് ലെവലിൽ റേഞ്ച് ടൈറ്റിലേക്ക് വരുമ്പോൾ വോളറ്റാലിറ്റി കോൺട്രാക്ഷൻ സംഭവിച്ച് റേഞ്ചിൻ്റെ അവിടെ ഇൻഡിസിക്ക് അല്ലെങ്കിൽ നിഫ്റ്റി ഫ്യൂച്ചറിന് ഈ ലെവലിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ പിന്നൊരു റെസിസ്റ്റൻസ് സോണിൽ കയറുകയും ചെയ്യും. റെസിസ്റ്റൻസ് സോണിനകത്തൊരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യാൻ ഒരു പക്ഷേ സാധ്യതയുണ്ട്. നമുക്കത് തള്ളിക്കളയാൻ പറ്റില്ല. ഒരു പക്ഷേ അത് കഴിഞ്ഞിട്ട് ബ്രേക്കൗട്ട് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നേരെ താഴത്തേക്ക് വരുന്നത് ഈ ഒരു കൺസോളിഡേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും ബ്രേക്ക് ഡൗൺ സംഭവിക്കാനുള്ള സാധ്യതകളും മാർക്കറ്റിൽ എപ്പോഴും ഉണ്ട്. എന്നിട്ട് വേണം ഒരു പുതിയ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെയും സംഭവിക്കാം. സോ ഈ 2 സൈഡിലും സംഭവത്തിനെ കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കണം, നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങൾ വളരെ ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുക. ക്ലീൻ ഒബ്സർവേഷൻ, അതുപോലെ തന്നെ എൻ്റെ ഫാസ്റ്റർ ആക്ഷൻസ് ആണ് ഇങ്ങനത്തെ ഒരു ബേസ്ഡ് മാർക്കറ്റ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.